ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ തമ്പനെയിലിൽ കണ്ട പോലെ KSRTC ഫ്രീ ബീസ് സർവീസിനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളിലേക്ക് ഒരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ലോകത്തിലെ തന്നെ പല രാജ്യങ്ങളിലെയും പബ്ലിക് സർവീസ് ആയിട്ടുള്ള ബസ് സർവീസ്, ട്രെയിൻ സർവീസ്, വിമാന സർവീസുകൾ അവർ വിൽക്കുന്ന ടിക്കറ്റിൽ നിന്നുമുള്ള ലാഭത്തിൽ നിന്നാണോ അവർ സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് അവർ ലാഭത്തിലായി കൊണ്ടുപോകുന്നത്? പല കമ്പനികളും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടി അവർ നല്ല ലാഭമുണ്ടാക്കുന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പനികളായി നിലനിൽക്കുന്നുമുണ്ട്. കാരണം അവർ വിൽക്കുന്ന ടിക്കറ്റിൽ നിന്നുമല്ല അവർ ലാഭം ഉണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവർ വിൽക്കുന്ന ആ ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു സീറ്റ്, അതിൽ നിന്നല്ല അവർ ലാഭം ഉണ്ടാക്കുന്നത്. മറിച്ച് അവർ ആ ഒരു ടിക്കറ്റ് വിൽക്കുന്നതിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കസ്റ്റമറിനെയാണ്. ആ കസ്റ്റമറിലൂടെയാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അത് എങ്ങനെയാണെന്നല്ലേ. അതിന് ധാരാളം വഴികളുണ്ട്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിങ്ങിലൂടെയും, പ്രീമിയം ലോഞ്ചിലൂടെയും, പ്രീമിയം ഹോട്ടൽസ്, കാർഗോ എന്നിങ്ങനെ പല വിധത്തിലൂടെയാണ് അവർ ലാഭം കണ്ടെത്തുന്നത്. കേരളത്തിൽ പുതുതായി വന്ന സർക്കാർ 2026 ജൂൺ 15 സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും ചോദിക്കാനുണ്ടാവുക, നിലവിൽ തന്നെ നഷ്ടത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC എങ്ങനെയാണ് ഫ്രീ സർവീസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക? ആ ചോദ്യമുള്ളവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം അത് നിലനിൽക്കുന്നൊരു സത്യാവസ്ഥ തന്നെയാണ്. ഇതിനുള്ള ചെലവ് എവിടെ നിന്നും കണ്ടെത്തും ഗവൺമെൻറ്? ഇതൊരു നഷ്ടമല്ലേ എന്ന് പറയുന്നവരോട് ഒരിക്കലും ഇത് നഷ്ടമായി കാണാൻ പറ്റുകയില്ല. നമുക്കിതിനെ ഒരു നല്ല ബിസിനസ്സായി കാണുകയും അതിലൂടെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയും അതിലൂടെ ഇതിനെ നല്ല ലാഭകരമായി മാറ്റുവാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അല്ലാതെ ഫ്രീ ടിക്കറ്റും കൊടുത്ത് പഴയ രീതിയിൽ തന്നെ ഈ സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഒരു വലിയ ബാധ്യതയായി മാറാനും സാധ്യതയുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എങ്ങനെയൊക്കെ ലാഭങ്ങൾ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ടിക്കറ്റ് ഫ്രീ കൊടുക്കുന്നതിലൂടെ ഒരു വലിയ ബൾക്ക് കസ്റ്റമറിനെയാണ് KSRTCയിലേക്ക് ലഭിക്കുന്നത്. ഒരു ബിസിനസ് രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ വരുന്ന കസ്റ്റമറിനെ എങ്ങനെ ലാഭത്തിലാക്കി മാറ്റാം എന്നാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ വലിയ രീതിയിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, എന്നാൽ ആ സർവീസ് പാവപ്പെട്ടവർക്ക് മാത്രം കൊടുത്തൂടെ എന്നാണ്. ഈ ഫ്രീ ബീസ് സ്കീം ഗവൺമെൻറ് നല്ല രീതിയിൽ നടപ്പാക്കുകയാണെങ്കിൽ ഇതൊരു കാരണവശാലും നഷ്ടത്തിലാവുകയില്ല. കാരണം ലോകത്തിൽ പല രാജ്യങ്ങളിലും ഇപ്പോഴും നല്ല ലാഭത്തിൽ പബ്ലിക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ വീഡിയോസിനെ നമ്മൾ 2 രീതിയിലാണ് കാണേണ്ടത്. അതിലൊന്നാമത്തേത് KSRTCക്ക് വരുന്ന ചെലവ്. ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നതിലൂടെ KSRTCക്ക് വലിയ തരത്തിലുള്ള ഒരു ബാധ്യതയാണ് വരിക. ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ഏതൊക്കെ രീതിയിലാണ് KSRTCയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഫ്രീ ബീസ് സർവീസ് കൊടുക്കുന്നതിലൂടെ KSRTCക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ബൾക്ക് കസ്റ്റമറിനെയാണല്ലോ ലഭിക്കുന്നത്. ഇവരെ എങ്ങനെ ബിസിനസ്സാക്കി മാറ്റുന്നു എന്നുള്ളിടത്താണ് രണ്ടാമത്തെ കാര്യം. ഈ രീതിയിലാണ് പല രാജ്യങ്ങളിലും പബ്ലിക് സർവീസ് വലിയ ലാഭത്തിലായി മാറുന്നത്. ടിക്കറ്റ് വെട്ടിക്കൊണ്ട് മാത്രമല്ല അവർ ലാഭം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അവർ നോക്കുന്നത് സ്ഥിരമായി അവരുടെ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ലക്ഷക്കണക്കിൽ ആൾക്കാരാണ് കയറുന്നത്. അതിനെ അവർ സൂക്ഷ്മമായി വീക്ഷിച്ച് ബിസിനസ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. KSRTCക്കും ഇതുപോലെ തന്നെ അവരുടെ കസ്റ്റമറിനെ വാച്ച് ചെയ്തുകൊണ്ട് ബിസിനസ്സാക്കി മാറ്റാൻ കഴിയുകയാണെങ്കിൽ വൻ വിജയമായിരിക്കും നമ്മുടെ ഫ്രീ സർവീസ്. ഈ വരുന്ന ലക്ഷക്കണക്കിന് കസ്റ്റമറിൽ പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം ഉണ്ടാവുമല്ലോ. പാവപ്പെട്ടവന്
ഈ ഫ്രീ സർവീസിലൂടെ ലഭിക്കുന്ന അവരുടെ കയ്യിൽ വരുന്ന ബാക്കി തുക വെച്ച് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന തരത്തിൽ, അതുപോലെ തന്നെ പൈസയുള്ള പണക്കാരനും ഈ കസ്റ്റമർ വിഭാഗത്തിൽ ഉണ്ടാവുമല്ലോ. ഈ രണ്ട് രീതിയിലുള്ള കസ്റ്റമറിനെയും ഉപയോഗപ്പെടുത്താനുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡുകളെ മാറ്റാൻ കഴിയുകയാണെങ്കിൽ എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളെ ബസ് സ്റ്റാൻഡുകൾ മിക്കതും ബസ്സുകൾ നിർത്താൻ വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുന്നത്. അതിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരുന്നതിലൂടെ KSRTCക്ക് നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താൻ കഴിയും. നല്ല ഒരു ബിസിനസ് ടീമിനെ കൊണ്ട് ബസ് നിർത്താനുള്ള സൗകര്യത്തോടു കൂടി ഷോപ്പിംഗ് മാള്, ചെറുകിട കച്ചവടം, പല രീതിയിലുള്ള ഈ വരുന്ന കസ്റ്റമറിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ, അങ്ങനെ മറ്റുള്ള പല വഴികളിലൂടെയും വരുമാനം കണ്ടെത്തുകയാണെങ്കിൽ, കൂടാതെ തന്നെ നിലവിൽ ബസ്സിൻ്റെ പുറം ഭാഗത്തൊക്കെ പരസ്യം നൽകി KSRTCക്ക് വരുമാനം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബസ്സിൻ്റെ അകത്തും സ്ക്രീനിലൂടെയും മറ്റു രീതിയിലൊക്കെ പരസ്യം ചെയ്തുകൊണ്ടും ഓരോ ഏരിയയിലൂടെയും ഏത് തരത്തിലുള്ള കസ്റ്റമറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ കൊടുക്കുകയും അതിലൂടെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് KSRTCയിലേക്ക് കൊണ്ടുവരാനും കഴിയും. കൂടാതെ നിലവിൽ സ്ത്രീകൾ ഫ്രീ ആയി യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ സ്ത്രീകൾ ബിസിനസ് രംഗത്തേക്കും ജോലി രംഗത്തേക്കും കൂടുതലായി സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുകയും അതിലൂടെ കുറേയൊക്കെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും ഗവൺമെൻറ്റിന് കഴിയും. അതിലൂടെ ഈ വരുന്ന സ്ത്രീകളുടെ കയ്യിൽ വരുന്ന വരുമാനം അവർ പിന്നീട് അത് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ആ വഴി ടാക്സ് ഇനത്തിലും ഗവൺമെൻറ്റിലേക്ക് വരുമാനം വരുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബിസിനസ്സിനും വലിയ ഉണർവുണ്ടാകും മാർക്കറ്റിൽ. ഇത് എത്ര വലുതായിരിക്കുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മുമ്പ് ഇത് നടപ്പിലാക്കിയ കർണാടകത്തിലെ കണക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഈ സ്കീം നടപ്പിലാക്കിയതിലൂടെ ആദ്യം യാത്ര ചെയ്തിരുന്നതിനേക്കാൾ പുരുഷന്മാരെക്കാളും സ്ത്രീകൾ യാത്ര ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിലൂടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജോലി രംഗത്തേക്കും ബിസിനസ് രംഗത്തേക്കും കൂടുതലായി സ്ത്രീകൾ വരുന്നു എന്നർത്ഥം. അതിലൂടെ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുകയും തൊഴിലില്ലായ്മയിലെ ഒരുപാട് വലിയ തോതിൽ കുറവ് വരികയും ചെയ്യും. അതും ഗവൺമെൻറ്റിനൊരു നേട്ടമായിരിക്കും. ഞാനൊരു രാഷ്ട്രീയ പക്ഷത്ത് നിന്നുകൊണ്ടല്ല ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഞാൻ നിഷ്പക്ഷമായി എൻ്റെ കുറച്ച് കണക്കുകൂട്ടലുകളും ഞാൻ മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആ രീതിയിൽ ഇത് കണക്കാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും ഗുണങ്ങൾ ഇതിനുണ്ടെങ്കിൽ കൂടി ഗവൺമെൻറ് ഇത് നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടില്ല എങ്കിൽ നിലവിൽ കർണാടകയ്ക്ക് വന്നതുപോലെ തന്നെ വലിയൊരു ബാധ്യത കേരളത്തിനും KSRTCക്കും വരാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് ഇത് നല്ല രീതിയിൽ പഠിച്ചു മനസ്സിലാക്കി നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഞാൻ പല രീതിയിലും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വേറെ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.